Hello, my dear students. Welcome back to Eager Learning. This is me, Ansh. Yes. So, മക്കളെ നിങ്ങൾ ഈ തമ്പ് കണ്ട് വന്നാൽ അറിയാം എന്താ തമ്പ് എന്താണ് സാറേ? ട്രിഗണോമെട്രിയും ലിമിറ്റ്സും ഇല്ലാതെയും എ പ്ലസ് മാത്രമല്ല ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന പ്രൂവ് ചെയ്യണം. ഫുൾ മാർക്ക് നേടുന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ മാത്സുകാരാണ്, പ്രൂവ് ചെയ്യാൻ നടക്കൂല. വെറും വാക്കല്ല, നമ്മൾ കാണിച്ചിരുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് ശരിക്കും കുട്ടികൾ ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഇവർക്ക് അടുത്ത കൊല്ലത്തിൽ ആവശ്യമുള്ളതാണ്. നമ്മൾ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്താക്കാൻ കുറച്ച് സിമ്പിൾ ആക്കാന്നുള്ളതാണ്. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഒരുപാട് പഠിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിന്റെ അപ്ലിക്കേഷൻ നെക്സ്റ്റ് ഇയർ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്താക്കുക, ഇവിടെ തൽക്കാലം നമ്മൾ എന്താക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഇല്ലാതെ ബാക്കി ചാപ്റ്റേഴ്സ് ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ഫുൾ മാർക്ക് അല്ലെങ്കിൽ എങ്ങനെ എ പ്ലസ് വാങ്ങാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തിയാൽ വളരെ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, നമ്മുടെ ലൈവ് വരുന്നുണ്ട്. ആ ലൈവിൽ എന്താക്കുക, നിങ്ങൾ വന്ന് കാണുക, ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, അതാണ് വേണ്ടത്. സോ നമ്മൾ എന്താക്കുന്നു, വേഗം ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ സെറ്റ്സിൽ ഇപ്രാവശ്യത്തെ വെയിറ്റേജിൽ എന്തൊരു ട്വിസ്റ്റ്. അതെ, 7 മാർക്സ് ആയിരുന്നു, പക്ഷേ 5 മാർക്സ് ആണ് സാധാരണ. അതെ, 5 മാർക്സ് ആണ് മോഡലിൽ ചോദിച്ചത്. 5 4ലേക്ക് വെയിറ്റേജ് മാറിയിട്ടുണ്ട് ഈ ചാപ്റ്ററിന്. 4 or 5 മാർക്സ് ആണ്. 4 or 5 നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ വെയിറ്റേജ് ആയിട്ട്. അതെ, 10% വരുന്നുണ്ട്. അതെ, അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു ടോപ്പിക് നമുക്ക് ഏതാ സർ? ഷുവർ ആയിട്ട് പറയാൻ പറ്റും. സബ്സെറ്റ് പറയാൻ പറ്റും. സബ്സെറ്റ് ചോദിക്കും. സബ്സെറ്റുകൾ എഴുതാൻ പറയും. അതേപോലെ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സർ, ഡിമോർഗൻസ് ലോ. മോഡൽ എക്സാമിന് ചോദിച്ചില്ല എന്നുള്ളതാണ് ഒരു ടെസ്റ്റ് കിടക്കുന്നത്. അപ്പൊ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. A union B whole complement is equal to A complement intersection B complement. അതുപോലെ നേരെ തിരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം, ഡിമോർഗൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ്സിലുള്ള ഏത് ഓപ്പറേഷൻ വന്നാലും ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. മോഡൽ എക്സാമിന് ഇപ്രാവശ്യം A-B, B-A, A കോംപ്ലിമെന്റ്, A-B കോംപ്ലിമെന്റ്. പക്ഷെ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. യൂണിയൻ ഉണ്ടാവും, ഇന്റർസെക്ഷൻ ഉണ്ടാവും, കോംപ്ലിമെന്റ് ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. സോ ഇത് പഠിച്ചാൽ സെറ്റ്സിൽ ഏതൊരു ഓപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പഠിക്കേണ്ടത്. ഒരാളും കൂടി ഉണ്ടല്ലോ സർ, നമ്മൾ കോംപ്ലിമെന്റ് ആണോ? കോംപ്ലിമെന്റ് ഓപ്പറേഷൻസ് വരുന്ന സാധനങ്ങൾ, പ്രോപ്പർട്ടീസ് വരുന്ന സാധനങ്ങൾ. ലൈക്ക് A ഇന്റർസെക്ഷൻ, A കോംപ്ലിമെന്റ് എന്താണ്, അല്ലെങ്കിൽ A സബ്സെറ്റ്. ഒരു മാർക്കിന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താക്കുക, അതും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്താക്കുക, ലൈവിലേക്ക് ഓടി വന്നോ, ആ ലൈവിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കും. അതുപോലെ ഇന്റർവെല്ലിൽ പറയുന്നുണ്ട്, സെറ്റ്സിലെ ഇന്റർവെല്ലിൽ ശരിക്കും സെറ്റ്സ് 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുള്ളൂ. 5 കാര്യങ്ങൾ. അതോടുകൂടി 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് വാങ്ങാൻ പറ്റും. ചിലപ്പം ഈ പഴയ വെയിറ്റേജിലേക്ക് തിരിച്ചു ചിലപ്പോൾ 7 മാർക്സിലേക്ക് കൂടാനും ചാൻസ് ഉണ്ട്. കുറയില്ല, കൺഫേം ആയിട്ട്. സെക്കൻഡ് ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. മക്കളെ, ഈ ചാപ്റ്റർ ആണ് വെയിറ്റേജ് മാറ്റുന്നില്ല. 7 മാർക്സ് ആണ്, 6 ആണ് വന്നത്. കാരണം ഒരു സെറ്റ്സും റിലേഷനും കൂടി കമ്പയർ ചെയ്ത് ഷഫിൾ ചെയ്താണ് വന്നത്. 7 മാർക്സിനായിരിക്കും ഇപ്രാവശ്യം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. 3 മാർക്കിന് 4 മാർക്കിന് 11 മാർക്കായി. 5ഉം ഇവിടെ 6 ആയിട്ട് മാറും. 5 ആണെങ്കിൽ ഇവിടെ 6 ആയിട്ട് മാറും. 4 ആണെങ്കിൽ ഇവിടെ 7 ആയിട്ട് മാറും. സോ 11 മാർക്കായിട്ട് മാറും. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എപ്പോഴും നമ്മൾ കൊടുക്കാനുള്ള ചാപ്റ്റർ ആണ്. റിലേഷൻ എന്ന് പറയുന്ന ഭാഗം പ്രശ്നം ഉണ്ടാവില്ല. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കുന്നതാണ്. 2-3 മാർക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ അത് ഈക്വൽ ആയിട്ട് വരുന്ന എക്സും വൈയും കണ്ടുപിടിക്കാൻ 2 ഓർഡർ ബേസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. പക്ഷെ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ റേഞ്ച് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡൊമൈൻ കണ്ടുപിടിക്കാൻ മോഡെക്സ് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എന്താക്കുക ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതേ ചോദിക്കാനുള്ളൂ. ഹാപ്പിയില്ലേ? ഇതേ ചോദിക്കാനുള്ളൂ. മോഡെക്സിൽ നിന്ന് മാത്രമാണ് ഗ്രാഫ്. ഒന്നെങ്കിൽ മോഡെക്സ് -2 അല്ലെ മോഡ് ഓഫ് X+1. ഇതിന്റെ വൃത്തിയായിട്ടുള്ള ഗ്രാഫിന്റെ പോസ്റ്റിന്റെ ഒരു ഷോർട്ട് ഓൾറെഡി നമ്മുടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രീവിയസ് ലൈവിൽ ചെയ്തിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, വരാൻ പോകുന്ന ലൈവിൽ അത് ഡിസ്കസ് ചെയ്യും. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കേണ്ടത്. ഡൊമൈൻ കണ്ടുപിടിക്കാൻ ആലോചിക്കുക. ഡിനോമിനേറ്റർ അതൊരു ഫ്രാക്ഷണൽ ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഡിനോമിനേറ്ററിൽ എന്ത് പറ്റില്ല, 0 പറ്റില്ല. അത് വെച്ച് നിങ്ങൾ എന്താക്കുക ചെയ്യേണ്ടതാണ്. ആ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് റിലേഷൻ ഫംഗ്ഷൻ അവർക്ക് സിമ്പിൾ ആ 2 മാർക്ക് ചിലപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ലൈവുകൾ കാണാം, കൃത്യമായുള്ള കോണ്ടന്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്ത റിലേഷൻ ഫംഗ്ഷൻ 11 മാർക്ക് പോകുന്നത് കോംപ്ലക്സ്. പിന്നെ പണ്ടാരെ പറഞ്ഞാൽ 3 പോയിന്റ്. ഒന്ന് പറഞ്ഞോളൂ സർ, പവർ ഓഫ് ഐ.
എന്തായാലും പവർ ഓഫ് ഫൈവ് ഒരു മാർക്കിന് പിന്നെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് അടുത്ത ഒരാൾ കൂടി സർ ഇനി വരുന്നതാണെന്ത് A+IB ഫോമിലേക്ക് എഴുതാൻ പറയുന്നത് എന്നിട്ട് A+IB ഫോമിലേക്ക് മാറ്റാൻ ഇത്രയേ ഉള്ളൂ. ഇതേ ചോദിച്ചിട്ടുള്ളൂ, ഇത് മാത്രമേ ചോദിക്കാവൂ. അത് മാറ്റില്ല എന്ന് പറയുന്നത്. സോ 15 മാർക്കായി മാറി. 15 മാർക്ക് 15 മാർക്ക് കോംപ്ലക്സ് ആകുമ്പോഴത്തേക്ക് ട്രിഗണോമെട്രി നമ്മൾ ശരിയാണല്ലോ, ഒഴിവാക്കിയത് മറന്നുപോയിട്ട്. അപ്പൊ മക്കളെ ആ ചാപ്റ്റർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റിലേക്ക് പോകും. ഇത് മൂന്നും പഠിച്ചാൽ പരിപാടി കഴിഞ്ഞു. 4 മാർക്കായേ. ലീനിയർ 3 മാർക്കാണ്, അതിലൊരു മാറ്റൂല. 3 മാർക്ക് 18 മാർക്കായി. പാസ്സായി കഴിഞ്ഞു. 60 18 മാർക്ക് പാസ്സായി കഴിഞ്ഞു. പാസ്സായി കഴിഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചോദിക്കുന്ന സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താക്കാ, അത് സോൾവ് ചെയ്യാ, നമ്പർ ലൈൻ ചെയ്താ സോൾവ് ചെയ്യാ, നമ്പർ ലൈൻ ചെയ്യാം. അതെ, അത്രേ ഉള്ളൂ. സോൾവ് ചെയ്ത് നമ്പർ ലൈൻ ഒക്കെ വലിയ പണിയുണ്ടോ? ഒരു പണിയിൽ ഒരു വര ഇരിക്കുന്നു, അങ്ങോട്ട് സാധനം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിപ്പോ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും മക്കളെ, ലൈക്ക് x/3 x/2 +1 ആണ്. ഇതാ സാർ ഉദ്ദേശിച്ചത്. സോൾവ് ചെയ്യാ, നമ്പർ ലൈൻ മാറ്റാൻ. രണ്ടെണ്ണം പഠിച്ചാൽ x ഗ്രേറ്റർ ദാൻ സംതിങ് കിട്ടും, x ലെസ് ദാൻ സംതിങ് കിട്ടും, x ഈക്വൽ ടു ആൻഡ് ഗ്രേറ്റർ ദാൻ സംതിങ് കിട്ടും. അതിനനുസരിച്ച് നമ്പർ ലൈൻ നിങ്ങൾക്ക് എന്താക്കാൻ മാറ്റാൻ പഠിക്കുക. അതും നമ്മൾ എന്താക്കുന്നുണ്ട്, വരുന്ന ലൈവിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും നമ്പർ ലൈൻ ഒന്ന് ഡാർക്ക് ആക്കണം. ഇവർക്ക് അറിയാൻ മതിയോ എന്തായാലും, അത്രയും സിമ്പിൾ ആയിട്ട് ചാപ്റ്റർ ആണ്. വൈറ്റ് ബോർഡ് ആൻഡ് ബ്ലാക്ക് ബോർഡ്. വൈറ്റ് ബോർഡ് ഒന്നുമില്ല, ഹോളോ ആണ്, ബ്ലാക്ക് ബോർഡ് ആണ്. അതായത് ഈക്വൽ ടു വന്നാൽ ബ്ലാക്ക് ബോർഡ് ആയിട്ട് മാറും, ബ്ലാക്ക് ഡാർക്കൻ ഭാഗമായിട്ട് മാറും. ഇനി ഈക്വൽ ടു ഇല്ലെങ്കിൽ എന്തായിട്ട് മാറും, വൈറ്റ് ആയിട്ട് ഹോളോ വരുന്ന ഭാഗമായിട്ട് മാറും. യെസ്, അത്ര മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. 3 മാർക്ക് സെക്യൂർഡ് ആണ്. വിചാരിച്ച ആളുകളെ തീരുമാനാക്കി വിട്ടിട്ടുണ്ട്. ഇനി എന്റെ യാത്ര A+ലേക്കും സാറ് പറഞ്ഞ ഫുൾ മാർക്കിലേക്ക് യാത്രയില്ല. പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. പെർമുട്ടേഷൻ കോമ്പിനേഷൻ ഞാൻ തുടങ്ങി. കിങ് പറയൂ. 7 മാർക്സ് ആണ്. സാർ ഇപ്പം 25 മാർക്കായി മാറി. ഇതിൽ 3 മാർക്ക് നോർമൽ ട്രെൻഡ് എന്നാൽ 3 മാർക്ക് കോമ്പിനേഷനും 4 മാർക്ക് പെർമുട്ടേഷനും. ഈ 3 മാർക്ക് കോമ്പിനേഷനിൽ ഒന്ന് NC8 = NC2 എന്ന് പറയും. എന്നൊരു ഫൈൻഡ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. എന്റെ വാല്യൂ ഉണ്ടെങ്കിൽ എന്താ, ചോദ്യം എന്റെ വാല്യൂ 10 ആയിട്ട് മാറുന്ന ഒരു, അതെ, ഒരു പിന്നെ എന്താ വെച്ചാൽ 2 കോമ്പിനേഷൻ, ഒന്നെങ്കിൽ 2 സെറ്റ് ഓഫ് ബോൾസ്, കളേഴ്സ് ഓഫ് ബോൾ വരും, അവരുടെ കോമ്പിനേഷൻ ചെയ്യാൻ പറയും. 5C2 × 4C3 അങ്ങനെ എന്തെങ്കിലും വരുന്ന ഒരു കോമ്പിനേഷന്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതേ വരുള്ളൂ. അല്ലെങ്കിൽ ഈ ബോളിന് പകരം എന്തായിട്ട് മാറും, മനുഷ്യന്മാരായിട്ട് മാറും, ഗേളോ ബോയോ മാനോ വുമണോ ആയിട്ട് മാറും. ഇത്ര മാത്രമേ എന്തുള്ളൂ, കോമ്പിനേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കാനുള്ളൂ. ഇനി പെർമുറ്റേഷനിലേക്ക് വരുമ്പോഴാണ്, അറേഞ്ച്മെന്റിലാണ് എന്തുള്ളത്, ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള വരുന്ന സാധനങ്ങൾ. കാരണം വെച്ചാൽ ഇവരോട് ചോദിക്കാൻ പോകുന്നത് വവൽസ് ഒക്കർ ടുഗദർ, വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ, മാത്തമാറ്റിക്സ് വരുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷെ അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവർക്ക് ചിലപ്പോൾ ഭയങ്കര ലോജിക്കലി പ്രശ്നം തോന്നുന്ന ചാപ്റ്റർ ആണ് ഇത്. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഒന്നുമില്ലാത്ത ചാപ്റ്റർ ആണ്. അതുപോലെ ഒരു കാര്യമുണ്ട്, ഇവർ പഠിച്ചത് അല്ലെങ്കിൽ ഇവർ ചെയ്ത ക്വസ്റ്റ്യൻ വരുള്ളൂ, അതിന് ചിലപ്പോൾ വേർഡ്സിൽ മാറ്റം ഉണ്ടാവും. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇത് ലോജിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് പഠിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, എനിക്ക് മലയാളം എന്ന് പറഞ്ഞൊരു ആ ക്വസ്റ്റിന്റെ ആൻസർ ഞാൻ കാണാതെ പഠിച്ചു. ഞാൻ എന്റെ റിയാലിറ്റി പറയണം, അവസരം അതെന്നെ ചോദിച്ചു. എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വേർഡുകൾ മാത്രം മാറുള്ളൂ. വേർഡിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായാൽ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിളായി ചെയ്യാൻ പറ്റും. ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യം വരില്ല. സോ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഇന്നുകൊണ്ട് പേടിക്കേണ്ട, 7 മാർക്സ് ഉറപ്പായിട്ട് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, R-ന്റെ വാല്യൂ കാണാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. R-ന്റെ വാല്യൂ കാണാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രേ വരുള്ളൂ. അതായത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞതും നമ്മുടെ പെർമുറ്റേഷൻ എന്ന് പറഞ്ഞതും ഇത്ര മാത്രമേ ചോദിക്കാറുള്ളൂ. നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് പഠിക്കുക. A മാർക്ക് ഇതും നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. 3 മാർക്ക് കോമ്പിനേഷൻ, 4 മാർക്ക് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പെർമുറ്റേഷൻ. ബൈനോമിയൽ തിയറം. അതെ, 3 മാർക്ക് 4 ആയിരുന്നു, 3ലേക്ക് മാറ്റിയിട്ടുണ്ട്. 4 ആയിരുന്നു, 20ലേക്ക് മാറ്റിയിട്ടുണ്ട്. ബൈനോമിയൽ ഒന്നുമില്ലടാ. A+B all raised to n എക്സ്പാൻഷനിൽ എപ്പോഴും ചോദിക്കാൻ പോകുന്നത് പവർ 4 ആയിട്ട് വരുന്ന x+8 എന്തെങ്കിലും ആയിക്കോട്ടെ, x+8 all raised to n വരുന്നു. എന്നല്ല, 4 ആണ്. 4 വരുന്നു. എടാ 4 വരികയാണെങ്കിൽ അതിന്റെ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. 1 4 6 4 1 5 ടേംസ് ഉണ്ടാവും. പവറിൽ 4 ആണെങ്കിൽ എത്ര ടേംസ് ഉണ്ടാവും മക്കളെ? 1 4നോട് 1 കൂട്ടിയാൽ മതി, 5 ആയിട്ട് മാറുന്നു. പാറ്റേൺ എന്തായിട്ട് മാറുന്നു? 1 4 6 4 1. 4 ആണെങ്കിൽ 1 4 6 4 1. അതങ്ങനെ തന്നെ പഠിച്ചോ. 4 വരുന്നത് എന്നായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ 5 വരും, ചിലപ്പോൾ 5 വരുമ്പോൾ അതും കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി, സിമ്പിൾ കിട്ടും.
5 വരാണെങ്കിൽ പാറ്റേൺ എന്താ അറിയോ 1 5 10 10 5 1 ഇത്രയേ ഉള്ളൂ. രണ്ടായിട്ട് നിങ്ങൾ എന്താക്കുക അപ്ലൈ ചെയ്യുക. പിന്നെ ചോദിക്കും നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് ചോദിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, എത്രയാണോ ഇവിടെ പവറിൽ കാണുന്നത് അതിനോട് ഒന്ന് കൂട്ടുക. എത്രയാണോ പവർ കാണുന്നത് 6 ആക്കുക. ഇവിടെ 4 ആട്ടോ, ഇത് 4 ആണ്. യെസ്, 5 ആണെങ്കിൽ 5നോട് ഒന്ന് കൂട്ടുന്നു, 6 ആയിട്ട് മാറുന്നു. ചിലപ്പോ നിങ്ങളോട് ചോദിക്കും 2n ആയിട്ട് ചെയ്യും, 2n വരും. എന്നിട്ട് പറയും നിങ്ങളോട് നമ്പർ ഓഫ് ടേംസ് പറയാൻ പറയും പവറിൽ 2n. ചില ആൾക്കാർ എന്താക്കും 2n + 2 എഴുതിക്കും. അതല്ല വരിക, 2n + 1 തന്നെ ചെയ്താൽ മതി. ഇതന്നായിരിക്കും ആൻസർ വരിക. സോ 3 മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് ബൈനോമിയൽ തിയറം. നെക്സ്റ്റ് പോകുന്നത് സീക്വൻസ് സീരീസിന്റെ വെയിറ്റേജ് വരുന്നത് 6ലേക്ക് 6 മാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് 4 മാർക്കിലേക്ക് താഴെ പോയ ഒരു സമയം. ഇപ്പൊ 6 മാർക്ക്, പക്ഷെ അത് എന്തായാലും 6 മാർക്കിലേക്കാണ് വരുന്നെങ്കിൽ ഇത് 34 വരുന്നുള്ളതാണ്. സീക്വൻസ് സീരീസ് വളരെ സിമ്പിൾ ആണ്. ഒന്ന് എനിക്ക് തോന്നുന്നു എയും ആറും കാണുന്ന ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ വന്നേക്കാം. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം കോമൺ റേഷ്യോ. ബി ക്വസ്റ്റ്യൻ ഇപ്രാവശ്യത്തെ ടെസ്റ്റ് നടന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഇത് സാധാരണഗതിയിൽ വരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ സർ ലൈക്ക് 7 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല മോഡൽ എക്സാമിന്. അതുകൊണ്ട് 4 മാർക്കിന് നമുക്ക് ഒരു സാധ്യത ഒരു പക്ഷേ ഈ സീരീസിന്റെ സം ടു എൻ ടേംസ് കാണാനുള്ളത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മോഡലിൽ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ 7 പകരം 6 ആവാം, 8 ആവാം, ഏതും ആവാം. സെയിം മെത്തേഡ് ആണ്. എനി നമ്പർ സെയിം പ്രൊസീജിയർ ആണ്. ആൻസർ എങ്ങനെ വന്നാലും 7/9 × 10 × 10 -1/9 അതേ ഉള്ളൂ. ഏത് വന്നാലും നമ്പർ മാറ്റിയാൽ ആൻസർ ആയത് അത്രേ ഉള്ളൂ. പിന്നുള്ളൊരു ചോദ്യം സമ്മ് കൊടുക്കുന്ന ഒരു സമ്മും പ്രൊഡക്റ്റും വരുന്ന ലൈക്ക് നമ്പർ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. നമ്മളൊരു വീഡിയോ ചെയ്ത് 39/10 ആണ്, 39/10 അതുപോലെ 1 ആകുന്ന ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ എന്റെ ഓർമ്മയാണ് മക്കളെ. സമ്മും പ്രൊഡക്റ്റും വന്നിട്ട് എന്താക്കാൻ പറയും, അത് കണ്ടുപിടിക്കാൻ പറയും, ടേംസ് കണ്ടുപിടിക്കാൻ പറയും. സോ അതും വരാൻ ചാൻസ് ഉണ്ട്. സാധാരണ ലോവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ 6 മാർക്കിലേക്ക് വന്നാല് കിട്ടി 34 ആയി. ഞാൻ ചാപ്റ്റർ നോക്കുന്നത് ഞാനിപ്പോ ചിന്തിക്കണതല്ല 34. ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കുറെ ആളുകൾ അവരൊന്നും ഇതിന് തൊട്ടിട്ടില്ല. 3D ഒക്കെ ഇതേ ചോദിക്കുന്ന അപ്പൊ അതിലേക്ക് സ്ട്രൈറ്റ് ലൈൻസ്. ഇത് പക്ഷേ ആളൊരു പുലിയാണ്. 7 മാർക്സ് ആണ്. 7 മാർക്സ് 41 ആയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് എനിക്ക് തോന്നാറുള്ളത് ഈ ലിമിറ്റ്സും അതുപോലെ ട്രിഗ്നോമെട്രി പോലെ കുട്ടികൾ ചിലപ്പോൾ പാട് പറയാവുന്ന ഒരു ചാപ്റ്റർ ആണ് സ്ട്രൈറ്റ് ലൈൻസ്. പ്രശ്നം എന്താണ് സാർ, സ്ട്രൈറ്റ് ലൈൻ ഒരിക്കലും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഇൻഡയറക്റ്റ് ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കേണ്ട ഏതെങ്കിലും ഒരു പാഠം ഉണ്ടെങ്കിൽ അത് കോൺസെപ്റ്റ്. ഈ പ്രാവശ്യം 2 ആണെങ്കിൽ ഡയഗ്രം ആയിരുന്നു മോഡൽ എക്സാമിന് ചോദ്യം. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതായത് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എ ക്വസ്റ്റ്യൻ ഉത്തരമായിരിക്കും. കോൺസെപ്റ്റ് ഇല്ലെങ്കിലോ അവിടെ അങ്ങ് ഇരുന്ന് പോകും. അതാണ് അതിനൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം. മക്കളൊരു കാര്യം മനസ്സിലാക്കുക, 7 മാർക്സ് ഇതിലുണ്ട്. കൃത്യമായിട്ട് കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുന്ന ചാപ്റ്റർ ആണ്. പക്ഷെ ഇതിൽ നമ്മൾ അവസാനം ഒരു ട്വിസ്റ്റ് പറയുന്നുണ്ട്, ഒരു സന്തോഷ വാർത്ത. ഈ സ്ട്രൈറ്റ് ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ സ്ഥിരമായി സർ സ്ലോപ്പ് ഒരു മാർക്കിന് ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ ആംഗിൾ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബി ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കും. അതാ ഒരു ഒറ്റ ടോക്ക് അതിലിങ്ങോട്ട് ക്ലിക്കായി വരാനുള്ള ഒരു സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ 7 മാർക്സ് നമുക്ക് അതുപോലെ ഫുൾ ഇക്വേഷൻസിന്റെ ഒരു കോണ്ടന്റ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് ഫുൾ ടോപ്പിക് കിട്ടാൻ വേണ്ടി ചെയ്തു വെച്ചൊരു വീഡിയോ, അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. സോ മക്കളെ സ്ട്രേറ്റ് ലൈൻസിൽ 7 മാർക്സ് അത് ടോട്ടൽ 41 മാർക്സ് ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? നെക്സ്റ്റ് ചാപ്റ്റർ കോണിക് സെക്ഷൻ. കോണിക് സെക്ഷനിലേക്ക് പോകുന്നു. കോണിക് സെക്ഷന്റെ വെയിറ്റേജ് എത്രയാണ് സർ വരുന്നത്? 7 മാർക്സ്. ഒരു മാറ്റവും ഇല്ല. 7 മാർക്സ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും സർക്കിൾസോ അല്ലെങ്കിൽ പാരബോളയാണ് ചോദിക്കുക. സർക്കിൾസിന് സെന്റർ കണ്ടുപിടിക്കാൻ, റേഡിയസ് കണ്ടുപിടിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ട്രിക്ക് അറിയെങ്കിൽ, ട്രിക്ക് കൃത്യമായിട്ട് നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. എന്താക്കുക, ലൈവിലേക്ക് വരിക, ആ ട്രിക്കുകളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി അല്ലേ. അപ്പൊ അതോടുകൂടി 41 + 7 വരുമ്പോഴത്തേക്ക് 48 മാർക്സ് ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 100% ഉറപ്പിച്ചോ എലിപ്സോ അല്ലെങ്കിൽ ഹൈപ്പർബോളയാണ്. അതിൽ കുറച്ചും കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ആരെയെന്നറിയോ? എലിപ്സ് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ ഇംപ്രൂവ്മെന്റ് അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് ഹൈപ്പർബോളയാണ് ചോദിച്ചത്. സോ ഇപ്രാവശ്യം എലിപ്സ് ആവാനുള്ള ചാൻസ് കുറച്ചധികം കൂടുതലാണ്. ആ 4 മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റും. കമ്പയർ ചെയ്ത് പഠിച്ചു വെച്ചത്. അതുപോലെ സർക്കിളിൽ ചിലപ്പോൾ ഇക്വേഷൻ തന്നിട്ട് സെന്റർ റേഡിയസ് തന്നിട്ട് ഇക്വേഷൻ കാണാൻ പറയും. ഈ 2 സമയം റിവേഴ്സ് പ്രോസസ് ആയിട്ട് നടന്നേക്കാം. പിന്നെ അല്ലെങ്കിൽ പാരബോളന്റെ ഡയറക്ട്രിക്സ് അതുപോലെ തന്നെ ലാറ്ററൽ സിസ്റ്റം കണ്ടുപിടിക്കാനുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 7 മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റും. 48 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ടിസ്റ്റ് വരാൻ പോകുന്ന കേട്ടോ. ടിസ്റ്റ് അല്ല, ഇവർക്ക് സന്തോഷമായിട്ടുള്ള വാർത്ത. മാറിപ്പോയത്.
4 മാർക്ക് 4 മാർക്ക് 3-ൽ നിന്ന് ട്വിസ്റ്റ് അടിച്ചാണ് 4 മാർക്ക് 4 മാർക്കായി മാറി. അതായത് ഇവർക്ക് സന്തോഷിക്കേണ്ട ചാപ്റ്റർ ആണ്. എന്താ വെച്ചാൽ എന്തെന്ന് എഴുതാം, ഒരേ എഴുതാൻ പറ്റും. അത് മാത്രമല്ല 3 മാർക്ക് 4 മാർക്ക് ആക്കും. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നും 1 മാർക്ക് എക്സ്ട്രാ വന്നവരെന്നോ 4 മാർക്കിലേക്ക്. അതായത് 3 മാർക്കിന് ചോദിച്ച ചോദ്യം തന്നെ 4 മാർക്കിന് ചോദിക്കുന്നു. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഒന്നെങ്കിൽ ഒക്ടറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ ആയിരിക്കും ചോദിക്കുക. മിക്കവാറും കൊളീനിയർ റിപ്രഷൻ മോഡൽ വന്നു. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും ചോദിക്കുക. ഈ രണ്ടേ മാറി വരെ ചോദിക്കാറ്. അതെ ഇതേ ചോദിക്കുള്ളൂ. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ ഈ 4 മാർക്ക് കൂടി കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ ഏതൊക്കെ ഡിസ്റ്റൻസ് ഫോർമുലയാണല്ലോ സാർ. വളരെ ഡിസ്റ്റൻസ് ഫോർമുല അതുപോലെ തന്നെ നിങ്ങൾ എന്താക്കുക, ഈ ഒബ്ജക്റ്റുകൾ മനസ്സിലാക്കി വെക്കുക. അത് മാത്രം മതി സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ. ഈ 4 മാർക്ക് കൂടിയാൽ എത്ര മാർക്കായി സാറേ? 52 മാർക്ക്. കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ A+ ആയി എന്നാ ഞാൻ പറയുന്നത്. 52 മാർക്ക് അല്ലേ? 52 മാർക്ക് ആയി കഴിഞ്ഞാൽ A+ ആവൂലേ? കാരണം എന്താ അറിയോ, 20 മാർക്ക് നിങ്ങൾക്ക് ഇന്റേണൽ സ്കൂളിൽ നിന്ന് കിട്ടും. 20 + 52 72 മാർക്ക്. 80-ൽ 72 എന്താ A+ ആണ്. സോ നിങ്ങൾക്ക് എന്താവുന്നു, ഇൻട്രൊഡക്ഷൻ 3D എത്തുമ്പോഴത്തേക്കും A+ ആയിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ ആരില്ല, ട്രിഗണോമെട്രി ഇല്ല, ലിമിറ്റ്സും ഇല്ല. എന്തായാലും മാർക്ക് കിട്ടുന്ന ഉറപ്പുള്ള ചാപ്റ്റർ ഇനി ബാക്കിയുള്ളത്. 6 മാർക്സ് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റിലേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം സാർ ഇതിന്റെ ഒരു കണ്ടുപിടുത്തം ഫ്രഷ് ആയി പോയല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ സാധാരണ ക്വസ്റ്റ്യൻ നമ്പർ പറയുന്നു. പിന്നെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വേരിയൻസ് മീനയിൽ ഉൾപ്പെട്ടു. മിക്കവാറും ക്ലാസ് 0 to 10 ആയിരിക്കും. മിഡ് എക്സൈ 5 15 25 ഒക്കെ ആയിരിക്കും. ഇങ്ങനെയാണ് കോമൺ ആയിട്ട് അൾട്രാ പ്രോ മാക്സ്. ഇതെന്നെ ചോദിക്കുന്നില്ല, ഞാൻ ചെയ്യണല്ല, ഇത് എന്റെ കുറ്റം കൊണ്ടല്ല, പേപ്പർ ഇങ്ങനെ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. 6 മാർക്ക് 58 മാർക്കായി. 52 + 6 2 മാർക്ക് കൊടുത്താൽ ഫുൾ മാർക്ക്. ഞാൻ പറഞ്ഞു A+ കൊടുക്കല്ലേ, എന്തിനാ ഫുൾ മാർക്ക് കൊടുക്കണേ? ആണ് എനിക്ക് കുട്ടിക്ക് ഫുൾ മാർക്ക് വേണം. അതെ ഫുൾ മാർക്ക് വേണം. ഫുൾ മാർക്ക് വിട്ട് കളില്ല. പ്രോബിലിറ്റി 4 മാർക്ക്. പക്ഷേ പ്രോബിലിറ്റി 7 മാർക്സ് ആയിരുന്നു മക്കളെ. 4 മാർക്കിലേക്ക് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഫുൾ മാർക്ക് കേറി പോയല്ലോ. ഞാൻ എന്നാൽ ഇതിന്റെ തമ്പ് മാറ്റി കളയാം. 60 ഫുൾ മാർക്ക് നേടാം. 60-ൽ വേണ്ട മാർക്ക് 62 ആയി പോയി. കൂടുതലായി പോയി. അപ്പൊ സോ മക്കളെ 4 മാർക്ക് P(A) യൂണിയൻ B കണ്ടുപിടിക്കാൻ പറയുന്നു. P(A+, P(B-), P(A) ഇന്റർസെക്ഷൻ B അല്ലെങ്കിൽ P(A) കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് which is equal to 1 - P(A) യൂണിയൻ B. P(A) യൂണിയൻ B കണ്ടുപിടിക്കേണ്ട തൊട്ടുമ്പത്തെ ഇക്വേഷൻ ഉണ്ട്. കണ്ടുപിടിച്ച് റിസൾട്ട് അത് പഠിക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫ്രാക്ഷൻസ് വരാം. ചില സമയത്ത് ഡെസിമൽസ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഡെസിമൽ ഫ്രാക്ഷനിൽ ഒരു സംഭവം തന്നിട്ട് അതിൽ നമ്മൾ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. തരാൻ പോകുന്ന എല്ലാ ഇവന്റ്സും ഈക്വലി ലൈക്ലി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താക്കാം, N(E) എന്ന് പറയുന്ന ഇവന്റ് ആണെങ്കിൽ N(E) N(S) യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബിലിറ്റി കിട്ടുന്നതാണ്. സോ 4 മാർക്ക്. അതോടുകൂടി 62 മാർക്ക് തമ്പ് തന്നെ മാറിയിരിക്കുന്നു. തുടങ്ങിയത് A+ കിട്ടുന്നതാണ്, അവസാനിക്കുന്നത് ഫുൾ മാർക്കിലേക്കാണ്. വേറൊന്നുണ്ട്, ഇവർക്ക് ചിലപ്പം കോമ്പിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ 4 മാർക്ക് ആയതുകൊണ്ട് നമ്മൾ എന്താക്കുന്നില്ല, ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചാൻസ് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ട്രിഗണോമെട്രി ലിമിറ്റ്സ് 15 മാർക്കാണ് കുറയേണ്ടത്. 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾക്ക് 62. ഇതിപ്പം വന്നൊരു വേരിയേഷനിലാണ്. ശരിക്കും പറഞ്ഞാൽ 65-ലേക്ക് ഏതോ ഒരു പാഠത്തിലൂടെ ഇൻക്രീസ് വരാനുണ്ട്. ട്രിഗണോമെട്രി ആക്ച്വലി 6 മാർക്കെന്നും 9 മാർക്കായി മാറിയതുകൊണ്ടാണ് 62 ആയി മാറിയത്. അവിടെ ഒരു ട്വിസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇത് മിക്കവാറും നേരത്തെ പറഞ്ഞതിലേക്കാണ് തിരിച്ചു പോകുന്നെങ്കിൽ ഇത് വീണ്ടും ഹെവി ആവാനാ പോകുന്നത്. കുറഞ്ഞതിന്റെ മിനിമാണ് 65-ലേക്ക് എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ A ഗ്രേഡ് A+ വാങ്ങേണ്ട കുട്ടിക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈനും പോയാലും ഒരു പ്രശ്നമില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സ്ട്രെയിറ്റ് ലൈൻ പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, സ്ട്രെയിറ്റ് ലൈൻ 7 മാർക്സ് നിങ്ങൾ ഒഴിവാക്കി. കഷ്ടപ്പാടാണ്, പഠിക്കാൻ പറ്റുന്നില്ല. 7 മാർക്സ് പോയാലും ബാക്കി എന്തുണ്ട്? 62 7 മാർക്സ് പോയി 55 മാർക്കായിട്ട് മാറുന്നു. 55 മാർക്ക് എന്താ? A+ ആണ്. നമ്മൾ പറഞ്ഞ പിന്നെയും കൂടുതലാണ്. സോ നിങ്ങൾക്ക് A+ കിട്ടാന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് +1 മാത്സിൽ. സോ നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി പഠിക്കുക. പറഞ്ഞ ഓരോ ടോപ്പിക്കിലൂടെയും കടന്നു പോകുക, ഓരോ ലൈവും കാണുക, കൃത്യമായി പഠിച്ചെടുക്കുക. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഓരോ ചാപ്റ്ററിനും പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് പഠിക്കുക. എന്തെങ്കിലും മിസ്സിംഗ് ഇന്നത്തെ ലൈവിലേക്കും നമ്മൾ എന്താക്കുന്നുണ്ട്, ഡൗട്ടുകൾ ഉറപ്പായിട്ട് വന്നോ, നമ്മൾ എന്താക്കും, ഡൗട്ട് ക്ലിയർ ചെയ്ത് കൃത്യമായിട്ട്. നമ്മുടെ ലൈവ് തുടങ്ങുന്ന മാരത്തന്റെ ടൈമിംഗ് ഒന്ന് പറഞ്ഞു. 4:30 തുടങ്ങുന്നത്. 4:30 നമ്മുടെ മാരത്തൺ തുടങ്ങുന്നത്. അതായത് നമ്മുടെ പരീക്ഷയുടെ തലേന്ന് 14-ന് തൊട്ട് തലേന്ന് 13-ാം തീയതി 4:30 14-ാം തീയതി രാവിലെ നമ്മുടെ
ബൂസ്റ്റർ ഉണ്ട്. ബൂസ്റ്റർ ഈ ഉണ്ടായിരിക്കും. 4 തുടങ്ങിയിട്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ബ്രേക്ക് കിട്ടും. ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതെ, അപ്പം ബ്രേക്ക് ഉണ്ട്. 6 മുതൽ 7 വരെ സെയിം ലിങ്ക് തന്നെ ആയിരിക്കും. ആ ലിങ്കിൽ 7:30 നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായി പഠിച്ചെടുക്കുക, നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, നമ്മൾ നിങ്ങളുടെ അതെ. യെസ്, സിമ്പിൾ ആയിട്ട് A+ വാങ്ങിയിരിക്കും. ഫുൾ മാർക്ക് നിങ്ങൾ എന്താക്കുക, വാങ്ങാൻ ശ്രമിക്കുക. ഇതുപോലെ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം മക്കളെ. Thank you. See you.